ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പലരും വിചാരിച്ചു ഇനി അടുത്ത 5 വർഷം കാര്യങ്ങൾ വളരെ സ്മൂത്തായിരിക്കുമെന്ന്. പ്രതിപക്ഷത്തിന് വലിയ പങ്കൊന്നും ഉണ്ടാവില്ലെന്നും NDA സഖ്യം രാജ്യം ഭരിക്കുമെന്നും കരുതി. പക്ഷേ മൂന്നാം ഊഴം തുടങ്ങി കുറച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ കഥ മാറുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം എന്തായിരുന്നു? തങ്ങളുടെ ഭരണത്തിൽ അഴിമതിയോ വലിയ തട്ടിപ്പുകളോ ഇല്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ മോദി സർക്കാരിനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ അവസാന കാലത്തെയാണ്. അന്ന് UPA സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തിയതുപോലെയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് ഇന്നത്തെ ഭരണകൂടവും നീങ്ങുകയാണോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ വലിയ പ്രഹരം വിദ്യാർത്ഥികളിൽ നിന്നാണ് വന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് രാജ്യം മുഴുവനും വലിയ ചർച്ചയായി. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയും അധ്വാനവുമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇപ്പോഴും ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു പരീക്ഷാ നടത്തിപ്പിലെ ചെറിയ വീഴ്ചയല്ല, മറിച്ച് പരീക്ഷാ സംവിധാനത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പുഴുക്കുത്തുകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ BJPയുടെ ഏറ്റവും വലിയ വൈകാരികവും രാഷ്ട്രീയവുമായ വിജയമായി ഉയർത്തിക്കാട്ടിയ അയോധ്യയിൽ നിന്നും അത്ര നല്ല വാർത്തകളല്ല വരുന്നത്. പതിറ്റാണ്ടുകളുടെ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒടുവിലാണ് 2024 ജനുവരിയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും കോടിക്കണക്കിന് രൂപയാണ് അവിടെ കാണിക്കയായും സംഭാവനയായും വരുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്നത് രാമജന്മഭൂമി ട്രസ്റ്റാണ്. എന്നാൽ ഇപ്പോൾ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും കാണിക്കപ്പണം കാണാനില്ല എന്ന രീതിയിലും കടുത്ത ആരോപണങ്ങൾ വരുന്നു. അത് പ്രതിപക്ഷം മാത്രം പറയുന്നതല്ല, BJPയുടെ സ്വന്തം നേതാക്കൾ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പരാതി നൽകിയിട്ടുണ്ട് അവിടെ സുതാര്യത വേണമെന്നുള്ളത്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത് ഇതാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദ് മണ്ണിൽ BJP തോറ്റത് നമ്മൾ കണ്ടതാണ്. അയോധ്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് വെറും ക്ഷേത്രം മാത്രം കണ്ടല്ല എന്ന് ചുരുക്കം. ഇനി നമ്മൾ കാണേണ്ടത് BJPക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദി 75 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. BJP മുൻപ് വെച്ചിരുന്ന പ്രായപരിധി മറികടന്നാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ മോദിക്ക് ശേഷം ഈ സാമ്രാജ്യം ആര് നയിക്കും? ഈ ചോദ്യം പാർട്ടിക്കുള്ളിൽ വളരെ സജീവമാണ്. നിലവിൽ ഒരു ഔദ്യോഗിക രണ്ടാം സ്ഥാനക്കാരനില്ലെങ്കിലും 2 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, 2 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അമിത് ഷാ എപ്പോഴും മോദിയുടെ നിഴലായി കൂടെയുള്ള ആളാണ്. എന്നാൽ യോഗി ആദിത്യനാഥ് UPയിൽ തുടർച്ചയായി 2ാം തവണയും BJPയെ അധികാരത്തിൽ എത്തിച്ച വലിയ ജനസ്വാധീനമുള്ള നേതാവാണ്. ഇവർ തമ്മിലുള്ള ഒരു പവർ സ്ട്രഗിൾ പാർട്ടിയിൽ പുകയുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നമുക്കറിയാം, ഡൽഹിയിലേക്കുള്ള വഴി ഉത്തർപ്രദേശിലൂടെയാണ്. UP ആര് ഭരിക്കുന്നവോ അവർ ഇന്ത്യ ഭരിക്കും. 2027 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. എന്നാൽ ഈ ആഭ്യന്തര തർക്കങ്ങളും അഴിമതി ആരോപണങ്ങളും കാരണം ഡാമേജ് ഉണ്ടാകുന്നതിന് മുൻപ് ഈ വർഷം അവസാനം തന്നെ UPയിൽ ഒരു ഫ്ലാഷ് ഇലക്ഷൻ നടത്താൻ BJP ആലോചിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. ലോക്സഭയിൽ തിരിച്ചടി കിട്ടിയിട്ടും മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തിയതുപോലെ ഒരു തന്ത്രം UPയിലും പയറ്റാനാണ് അവരുടെ നീക്കം. എന്തുകൊണ്ടാണ് BJPക്ക് അധികാരം എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്ന് നിർബന്ധമുള്ളത്? കാരണം ഇന്ത്യയിൽ ഒരു പെർപെച്വൽ റൂൾ അഥവാ ദീർഘകാലം തങ്ങൾക്ക് തന്നെ ഭരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി പ്രധാനമായും 2 കാര്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത്തേത് വൺ നേഷൻ വൺ ഇലക്ഷൻ. രാജ്യത്തെ എല്ലാ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും ഒരൊറ്റ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക. രണ്ടാമത്തേത് ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർക്രമീകരിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വരും.
ഉദാഹരണത്തിന് UP-യിലും ബീഹാറിലുമൊക്കെ സീറ്റുകൾ കൂടും. ഇത് സംഭവിച്ചാൽ വടക്കേ ഇന്ത്യയിൽ ശക്തമായ സ്വാധീനമുള്ള BJPക്ക് എപ്പോഴും കേന്ദ്രത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയും. എന്നാൽ ഈ നിയമ ഭേദഗതികൾ ഭരണഘടനയിൽ കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം വേണം. ലോക്സഭയിൽ നിലവിൽ NDAക്ക് 293 സീറ്റുകളേ ഉള്ളൂ. അതായത് 2/3 ഭൂരിപക്ഷത്തിന് ആവശ്യമായ 360 സീറ്റുകൾ അവർക്കില്ല. ഈ ഭൂരിപക്ഷം ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് BJP ഇപ്പോൾ ഓപ്പറേഷൻ ലോട്ടസ് 2.0 രാജ്യത്തുടനീളം നടപ്പാക്കുന്നത്. മറ്റ് പാർട്ടികളെ പിളർത്തി MP-മാരെയും MLA-മാരെയും കൂടെ കൂട്ടുക. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ 29 ലോക്സഭാ MP-മാർ 20ഓളം പേർ മറുപക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയാണെന്നാണ് വാർത്തകൾ. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും സമാജ്വാദി പാർട്ടിയിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ആളുകളെ എത്തിക്കാൻ ചരടുവലികൾ നടക്കുന്നു. ജാർഖണ്ഡിലും മധ്യപ്രദേശിലുമൊക്കെ സാങ്കേതിക കാരണങ്ങളാൽ കോൺഗ്രസിന്റെ പത്രികകൾ തള്ളിച്ചും ക്രോസ് വോട്ടിങ്ങിലൂടെയും രാജ്യസഭാ സീറ്റുകൾ BJP പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇതുകൂടാതെ തങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ പൂട്ടാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് FCRA ചട്ടങ്ങളിലെ മാറ്റങ്ങൾ. വിദേശത്ത് നിന്നും വരുന്ന ഫണ്ടുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി 18,000-ഓളം NGO-കളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. ഇപ്പോൾ രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്നത് വെറും 14,000-ഓളം NGO-കൾ മാത്രമാണ്. പ്രതിപക്ഷത്തെ സഹായിക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളും പഴുതടക്കുകയാണ് BJP ചെയ്യുന്നത്. ഭരണപക്ഷത്ത് ഇത്രയൊക്കെ പുകിലുകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി എന്താണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഈ അനുകൂല സാഹചര്യങ്ങളെ ഒരു വോട്ടാക്കി മാറ്റാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. വനിതാ സംവരണ ബില്ലിന്റെ സമയത്ത് ഒന്നിച്ചു നിന്ന പ്രതിപക്ഷം ഇപ്പോൾ പല വഴിക്കാണ്. DMK-യും മമതയും ഒക്കെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് മാറി ചിന്തിക്കുന്നു. എന്നാൽ ഈ പടലപ്പിണക്കങ്ങൾക്കിടയിലും കോൺഗ്രസിന് ഇതൊരു വലിയ അവസരമാണ് എന്ന് കരുതുന്നവരുണ്ട്. കാരണം പണ്ട് കോൺഗ്രസ് വിട്ടുപോയ ശരത് പവാറിന്റെയോ മമതാ ബാനർജിയുടെയോ ഒക്കെ പ്രാദേശിക പാർട്ടികൾ നിലനിൽപ്പിനായി ഭാവിയിൽ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഈ സാഹചര്യം വഴിയൊരുക്കിയേക്കാം. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. BJPക്ക് ഭയക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിനെ നേരിടാൻ പ്രതിപക്ഷത്തിന് കൃത്യമായ ഒരു പ്ലാൻ ഇല്ലതാനും. BJP തങ്ങളുടെ തന്ത്രങ്ങളിലൂടെ വീണ്ടും ജയിച്ചു കയറുമോ? അതോ ഇന്ത്യ മുന്നണിക്ക് ഇതൊരു തിരിച്ചുവരവാകുമോ? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.